blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ഒരു പുതിയ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ബ്ലെസ്സിങ് ആയി മാറട്ടെ എന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ ഓരോ ദിവസവും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളെ സ്നേഹിച്ച് സ്പോൺസർ ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് തമ്പാൻ വർഗീസ് ഫ്രം എറണാകുളം. അദ്ദേഹത്തിൻ്റെ മകൻ റിക്കി വർഗീസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും ചേർന്ന് റിക്കി വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസം ഭൂമിയിലേക്ക് തന്നെ ദൈവം പറഞ്ഞുവിട്ട ദിവസമാണല്ലോ. അങ്ങയുടെ നാമത്തിൽ തന്നെ ഇത് സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും തൻ്റെ മേൽ വന്നു ചേരട്ടെ. Father, we release physical blessings upon him. Father, we release mental, emotional blessings upon him. Also, Father, we release spiritual blessings. അത് കൂടാതെ കർത്താവെ, തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. We bless his future. Lord, direct his steps, oh Father, in the right way, in the perfect will of the Lord. ഞങ്ങളെല്ലാവരും ചേർന്ന് റിക്കി വർഗീസിനെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. Many happy returns of the day, Ricky Varghese. God bless you. And thank you, Thamban Varghese, for sponsoring today's episode. എല്ലാ ദിവസത്തെയും എപ്പിസോഡുകൾ പലരാണ് സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാം, ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറാം. കൂടാതെ ആഴ്ചതോറും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞായറാഴ്ചകളിലെ തത്സമയ സംപ്രേഷണം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അതിലൂടെ എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ കർത്താവ് അനേക മടങ്ങായി, കുറഞ്ഞത് 100 മടങ്ങായി മടക്കിത്തരും. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സന്ദേശ പരമ്പര ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ രൂപാന്തരം. കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസങ്ങളായി 3 എപ്പിസോഡുകളിലായി എന്താണ് ഈ രൂപാന്തരത്തിൻ്റെ അനുഭവമെന്നും അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ദൈവരൂപത്തിലിരുന്ന യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നു. എന്നാൽ ഒരു ദിവസം 3 ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ തൻ്റെ ഒറിജിനൽ ഫോമിൻ്റെ ഒരു ചെറിയ വശം, താൻ ക്രിസ്തു തന്നെയാണ് എന്നുള്ളത് ഒരു വലിയ മലയുടെ മുകളിൽ വെച്ച് അവർ 4 പേർ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ കാണിച്ചു കൊടുത്തു. ആ ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ മെസ്സേജ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരായ 12 ശിഷ്യന്മാർ പ്രധാനമായി ഉണ്ടായിരുന്ന അതിൽ തന്നെയുള്ള 3 പേരെ സെലക്ട് ചെയ്ത് അവരെ മാത്രം കൊണ്ട് താൻ ഈ താബോർ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ഒരുപക്ഷെ നമുക്കൊരു ചിന്ത വരും, ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് ഈ 3 പേരെ മാത്രം എന്തുകൊണ്ടാണ് ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയത്? യേശു ഒരു പക്ഷപാതം കാണിക്കുകയാണോ? ചിലരെ മാത്രം കർത്താവ് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാർ പല തട്ടുകളിലാണ് കിടക്കുന്നത് അന്നും ഇന്നും. യേശുവിന് ഒരു ഘട്ടത്തിൽ 100 കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരുപക്ഷെ 1000 കണക്കിന് ശിഷ്യന്മാർ ജെറുസലേമിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും പലസ്തീനിൽ എല്ലായിടത്തും ചിതറി ഉണ്ടായിരുന്നു. യേശുവിൽ വിശ്വസിച്ച് അങ്ങനെ ശിഷ്യന്മാരെന്നറിയപ്പെട്ട ഒത്തിരി പേരുണ്ടായിരുന്നു.
അതിൽ തന്നെ ഒരു 70 ശിഷ്യന്മാരുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകമായി വേർതിരിച്ച് അവരെ യേശു പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും 2 പേരായി അയച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അകത്ത് അത് കൂടാതെ നമ്മൾ കാണുന്ന ഒരു 12 ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ എന്ന് വിളിക്കപ്പെട്ട 12 പേർ. അതിനകത്ത് തന്നെ നാം കാണുന്നത് പ്രത്യേകിച്ച് 3 ശിഷ്യരെയാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരെ മറ്റാരെയും കൊണ്ടുപോകാത്ത ചില സന്ദർഭങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ളതായി നമുക്ക് കാണാം. ഇതിന് കാരണം ദിസ് വാസ് ഹിസ് ഇന്നർ സർക്കിൾ, ദിസ് വാസ് ഹിസ് കോർ ഗ്രൂപ്പ്. അങ്ങനെ ചില ശിഷ്യരെ, ഇതൊന്നും പാർഷ്യാലിറ്റി അല്ല, പലരുടെയും ഡ്യൂട്ടി, ഭാവിയിൽ ചെയ്യേണ്ട ശുശ്രൂഷ, അവരുടെ മേൽ കർത്താവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നോക്കിയാണ് പലരെയും കർത്താവ് പല രീതികളിൽ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലും അതുപോലെ ആത്മീയ നിലവാരത്തിലും കർത്താവ് ഉപയോഗിക്കുന്നത്. ഈ 3 ശിഷ്യരെ ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റിക്കൊണ്ടുപോകുന്നത് 3 അവസരങ്ങൾ നിങ്ങൾ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യായിറൂസ് എന്ന പള്ളിപ്രമാണിയുടെ മകളെ മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ള എല്ലാവരെയും പുറത്താക്കി ഈ 3 പേരെയും കൊണ്ട് താൻ ആ മുറിയിൽ കയറി പ്രാർത്ഥിച്ചതായി കാണാം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, യേശുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി, ഏറ്റവും കൂടുതൽ ഇൻറ്റിമേറ്റായി അടുത്തിടപഴകുകയും കർത്താവിനെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തവരായിരുന്നു ഈ 3 പേർ. എന്തെങ്കിലും പറഞ്ഞാൽ വിധേയത്വം കാണിക്കുകയും അനുസരണം കാണിക്കുകയും അതുപോലെ റിസപ്റ്റീവ് ആകുകയും കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുകയും ഒക്കെ ചെയ്തവരാണ് ഈ 3 പേർ. മറ്റൊരു അവസരം നമ്മൾ കാണുന്നത് ഗെത്സമൻ തോട്ടത്തിലാണ്. ആ തോട്ടത്തിൽ മറ്റുള്ള എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ കോർ ഗ്രൂപ്പുമായി യേശു മുന്നിലേക്ക് പോകുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. അത് പാർഷ്യാലിറ്റി അല്ല, അവരാണ് യേശുവിൻ്റെ ഏറ്റവും അടുത്ത തൻ്റെ ശുശ്രൂഷയിൽ സഹകാരികളായി നിന്നത്. മറ്റൊരവസരമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം. മറുരൂപ മലയിൽ യേശു അവരെ കൊണ്ടുപോയി. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് 3 സാഹചര്യങ്ങളിലെങ്കിലും യേശു ഇവരെ 3 പേരെ മാത്രമായി മാറ്റി വിളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാം. അതിൽ ഓരോരുത്തരും ഒന്ന് എടുത്തു നോക്കാം. പത്രോസിനെ എടുത്തു നോക്കാം. പത്രോസിനെ യേശു ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കാരണമെന്ത്? പ്രകൃതി നമുക്കറിയാം. നമ്മളെല്ലാവരും പറയാറുള്ളത് പോലെ താൻ വളരെ പെട്ടെന്ന് ചിന്തിക്കാതെയും എടുത്തു ചാടുകയും അതുപോലെ മറ്റുള്ളവർ കാണിക്കാത്ത ധൈര്യം കാണിക്കുകയും വെള്ളത്തിൽ പോലും യേശുവിനെ കണ്ടപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്ത മറ്റുള്ളവരെക്കാൾ ഇനീഷ്യേഷൻ എടുക്കുന്ന ഒരു ആളായിരുന്നു പത്രോസ്. ഈ പത്രോസാണ് പിൽക്കാലത്ത് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ ശേഷം 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യത്തെ പ്രസംഗം പരിശുദ്ധാത്മ നിറവിൽ പ്രസംഗിച്ച വ്യക്തി അദ്ദേഹമാണ്. ആദ്യത്തെ ദിവസം തന്നെ 3000-ഓളം പേർ യേശുവിൽ വിശ്വസിച്ച് അവരുടെ കൂട്ടായ്മയോട് ചേരുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഭാവിയിൽ വൻകാര്യങ്ങൾ ചെയ്യാനുള്ളൊരു വ്യക്തിയാണെന്ന് യേശുവിന് നേരത്തെ അറിയാം. അതിലുള്ള ട്രെയിനിങ്, പരിശീലനം, അനുഭവ സമ്പത്ത് പലതും യേശുവിന് കൊടുക്കാനുണ്ടായിരുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ശിഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ആദ്യത്തെ സഭയിൽ തന്നെ തനിക്ക് വഹിക്കാനുണ്ടായിരുന്നത് കൊണ്ട് യേശു പത്രോസിനെ അതിൽ ഉൾപ്പെടുത്തി. തന്നിലൂടെയാണ് യഹൂദന്മാരുടെ ഇടയിലേക്ക് വലിയ ഒരു ആക്സിസ് ദൈവരാജ്യത്തിനുണ്ടായത്. ജാതികളിലേക്ക് വരെയുള്ള ഓപ്പണിംഗ്. കൊർണലിയൂസിൻ്റെ വീട്ടിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഒരു എൻട്രി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പത്രോസാണ്. ഈ പത്രോസ് യേശുവിന് വേണ്ടി അനേക സ്ഥലങ്ങളിൽ ഓടുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള 2 പ്രധാന ലേഖനങ്ങൾ താൻ എഴുതി. അത് കൂടാതെ താൻ രക്തസാക്ഷിയായി യേശുവിനെ പോലെ ക്രൂശിൽ കിടക്കുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം പറയുന്നതനുസരിച്ച് തലകീഴായി
ക്രൂശിക്കപ്പെട്ട് യേശുവിൻ്റെ രക്തസാക്ഷിയായി താൻ മാറുകയും ചെയ്തു. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പത്രോസ് ആ ട്രയോ 3 പേരടങ്ങിയ ആ സംഘത്തിൽ ഉൾപ്പെട്ടത്. അടുത്ത ആളാണ് യാക്കോബ്. യാക്കോബിൻ്റെ പിൽക്കാല ശുശ്രൂഷ പഠിച്ചാൽ അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായത്തിലും അതുപോലെ അതിന് മുമ്പിലേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ ആയിരക്കണക്കിന് പേർ ഉണ്ടായിരുന്ന ജെറുസലേം സഭയുടെ മൂപ്പൻ അല്ലെങ്കിൽ സീനിയർ പാസ്റ്റർ ആയിരുന്നു യാക്കോബ്. യാക്കോബിനെ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഹേരോദ രാജാവ് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. ഹി വാസ് ബിഹെഡഡ്. ഇങ്ങനെ ആദ്യത്തെ ആ ചേർച്ചിനെ, എവിടെയാണോ ചേർച്ച് ഉണ്ടായത് ആ ജെറുസലേമിൽ തന്നെ ആദ്യത്തെ ചേർച്ചിനെ, അതൊരു ജൂയിഷ് ചർച്ച് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആ ചേർച്ചിനെ വളരെ നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഉപയോഗിച്ചത് യാക്കോബിനെയാണ്. അതുപോലെ ഒരു വലിയ ശുശ്രൂഷ തനിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയും കർത്താവ് ഇതിൽ ഉൾപ്പെടുത്തി. അടുത്തത് യോഹന്നാനാണ്. യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാൽ മറ്റ് ഏതൊരു അപ്പസ്തോലനേക്കാൾ ഒരുപക്ഷെ ലോഞ്ചിവിറ്റി ഇൻ മിനിസ്ട്രി, ദീർഘമായ വർഷങ്ങൾ താൻ യേശുവിൻ്റെ ശുശ്രൂഷക്കാരനായിരുന്നു. ഒത്തിരി പീഡാനുഭവങ്ങളിലൂടെ പോയി, നീറോ ചക്രവർത്തിയുടെ പീഡാനുഭവങ്ങളിലൂടെ പോയി. ഇതൊക്കെയാണെങ്കിലും തന്നെ ദൈവം ജീവനോടെ കാത്തു സൂക്ഷിച്ച് ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതാൻ ആർക്കുമില്ലാത്ത ദൈവിക വെളിപ്പാട് കൊടുത്തത് അദ്ദേഹത്തിനായിരുന്നു. 3 പേരും ആദ്യത്തെ അപ്പോസ്തലന്മാരിൽ സഭയുടെ അടിസ്ഥാന കല്ലുകളിൽ വളരെ വളരെ നിർണായകമായ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ വഹിക്കേണ്ടവരായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ 3 പേരെയും താൻ ആരാണ് എന്നുള്ളത്, തൻ്റെ ശരിയായ തൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് കാണിക്കുവാൻ ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയത്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോടൊരു സന്ദേശം പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ചെറിയ അനുഭവങ്ങളാകാം, വലിയ അനുഭവങ്ങളാകാം, പലതും ഇന്ന് നടക്കുന്നത് ഭാവിയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ മേഖലയിലേക്ക് നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയാണ്. ചെറുതാകാം, വലുതാകാം. ചിലത് ഗ്ലോറിയസ് എക്സ്പീരിയൻസസ് ആയിരിക്കാം, എന്നാൽ ചിലത് വളരെ കഷ്ടം നിറഞ്ഞ എക്സ്പീരിയൻസസും ആകാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, വീണ്ടും പറയുന്നു, ജീസസ് ഹാസ് നോ തിയറി ക്ലാസ്സസ്, ഹി ഹാസ് ഓൺലി പ്രാക്ടിക്കൽ ക്ലാസ്സസ്. യേശുവിന് ഒരിക്കലും സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ച്, പ്രിൻസിപ്പിൾ പഠിപ്പിച്ച്, തത്വങ്ങൾ പഠിപ്പിച്ച് കുറേ ഇൻഫർമേഷൻ തരാൻ താല്പര്യമില്ല. യേശു പ്രായോഗികമായ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഭാവിയിലേക്ക് വേണ്ടി ഒരുക്കുന്നവനാണ്. ഇത് കേൾക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേയുടെ ഓരോ പ്രേക്ഷകയോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള എല്ലാ അവസ്ഥയും അതൊരു വരൾച്ചയുടെ അനുഭവമാകാം, വളർച്ചയുടെ അനുഭവമാകാം. ദൈവത്തിൻ്റെ ഹൃദയവുമായി ട്യൂൺ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായും ഈ അനുഭവങ്ങളെല്ലാം ഭാവിയിൽ വളരെ നല്ല ഒരു അനുഭവത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടി കർത്താവ് ആക്കി തീർക്കും. ഒരിക്കലും വിശ്വസിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധ്യമല്ല ഇതെങ്ങനെ നന്മയ്ക്കായി മാറുന്നത്. പക്ഷെ അതും കർത്താവിൻ്റെ വിരലുകൾ ചലിക്കുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്കായി മാറും. യേശു ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ച സമയത്ത് തൻ്റെ മഹത്വം കണ്ട ആകെ 3 പേരേയുള്ളൂ. അവരാണ് പത്രോസും യാക്കോബും യോഹന്നാനും. വേറെ ആരും കണ്ടിട്ടില്ല. എന്നാൽ യേശു മരിച്ച ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിനെ പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിന് മുൻപ് തൻ്റെ തേജസ് കണ്ട 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ആദിമ സഭയിൽ ഏറ്റവും ശക്തമായി ദൈവം ഉപയോഗിച്ചവരും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടവരും. എന്നാൽ മറുവശം നമ്മൾ ഓർക്കണം, ഈ ഒരു അനുഭവം ഉണ്ടായത് പ്രാർത്ഥനയിലാണ്. യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവരും പ്രാർത്ഥിക്കാൻ വേണ്ടി യേശു അവരോട് ആവശ്യപ്പെട്ടിരുന്നു.
അങ്ങനെ പ്രാർത്ഥനയിലാണ് ഈ അനുഭവം ഉണ്ടായത്. അതിലൊരു സന്ദേശമുണ്ട്. നമ്മളും പ്രാർത്ഥിക്കുമെങ്കിൽ, ആഴത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ, താഴ്വരയിൽ, ഇവർ മുകളിലാണ്, താഴ്വരയിൽ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ താഴ്വരയിലുണ്ട്. അവർ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നു, അവരുടെ റൂട്ടീൻ ചെയ്യുന്നു, അതിനുശേഷം അവർ ജോലിക്ക് പോകുന്നു, കുറേ പേരെ പാചകം ചെയ്യുന്നു. എല്ലാവിധ ദൈനംദിന ജീവിതചര്യകളും ചെയ്തുകൊണ്ട് സാധാരണമായി ജീവിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മലയിലേക്ക് കയറിയ ഈ 3 പേർക്ക് ആരും കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളുണ്ടായി. ഇത് പ്രാർത്ഥനയിൽ നമുക്കുള്ളൊരു വെല്ലുവിളിയാണ്. പ്രാർത്ഥിക്കുവാനായി നമ്മളോടുള്ളൊരു ആഹ്വാനമാണ്. ഒത്തിരി ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവർക്ക്, പ്രാർത്ഥനയുടെ മലമുകളിലേക്ക് കയറുന്നവർക്ക്, താഴ്വരയിൽ ആരും അനുഭവിക്കാത്ത, ആരും കണ്ടിട്ടില്ലാത്ത വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കും. വളരെ രസകരമായൊരു സംഗതി, ഇവര് 3 ശിഷ്യന്മാർ അവിടെ കയറിയെങ്കിലും യേശു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ അവർക്ക് കാര്യമായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരെല്ലാം ഉറക്കം തൂങ്ങുകയായിരുന്നു. അതിനൊരു കാരണം, ഇത്രയും വലിയൊരു മല കയറിയത് കൊണ്ട് അവരുടെ ശരീരം ഒത്തിരി ക്ഷീണിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം. എന്നാൽ മറുവശത്ത് യേശു അവരോടൊപ്പം മല കയറിയതാ. എന്നിട്ടും ഇരുന്ന് അവൻ പ്രാർത്ഥിച്ചു. അത് തൻ്റെ സ്പിരിച്വൽ സ്റ്റാച്ചർ കാണിക്കുന്നു. കൂടാതെ ഫിസിക്കലി ഓൾസോ ഹിസ് ബോഡി വാസ് വെരി ഹെൽത്തി. പാപമില്ലാത്ത ആ ശരീരം ആരോഗ്യമുള്ളതും ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ യേശുവിനോടൊപ്പം ഈ ശിഷ്യർക്ക് ഈ ഭാഗ്യമുണ്ടായി. അവിടെ രൂപാന്തരം സംഭവിച്ചെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾക്കാണ് വ്യത്യാസം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ മുഖം. അവരനേക പ്രാവശ്യം യേശുവിൻ്റെ മുഖം കണ്ടിട്ടുണ്ട്. ദിവസവും കണ്ടുകൊണ്ടാണ് നടന്നത്. സാധാരണ ഒരു യഹൂദൻ്റെ മുഖം, അതിൽ കവിഞ്ഞൊന്നും അതിലുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ആ മലമുകളിൽ ഏറ്റവും ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ നേരെ മുകളിൽ ഒരു ഫിസിക്കൽ സൺ അവർക്ക് കാണാം, നാച്ചുറൽ സൺ, ഈ സൗരയൂഥത്തിലുള്ള സൂര്യൻ. എന്നാൽ താഴെ ഒരു ആത്മീയ സൂര്യൻ പ്രകാശിക്കുകയാണ്. മുകളിൽ നിൽക്കുന്ന ഭൗതിക സൂര്യനെ സൃഷ്ടിച്ചത് ഈ ആത്മീയ സൂര്യനാണ്. ദി സ്പിരിച്വൽ സൺ ക്രിയേറ്റഡ് ദ ഫിസിക്കൽ സൺ ഇൻ ദ സോളാർ സിസ്റ്റം. ഇങ്ങനെ അവർ ആ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് കണ്ടു. ബൈബിൾ പറയുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ആകുന്നു. ദൈവത്തിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ അവൻ്റെ വസ്ത്രം അവിടെ പ്രകാശം പോലെ ഭൂമിയിലെ ഒരു അലക്കുകാരനും ഭൂമിയിലുള്ള ഒരു ധോബിക്കും ചെയ്യാൻ കഴിയാത്തത്, വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ വസ്ത്രം അതിവെണ്മയോടെ പ്രകാശിക്കാൻ തുടങ്ങി. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കരുതാം, തൻ്റെ മുഴുവൻ ശരീരവും ശോഭയാർന്നതായിരുന്നു, വെണ്മയുള്ളതായിരുന്നു, പ്രഭയുള്ളതായിരുന്നു, തേജസ് നിറഞ്ഞതായിരുന്നു. ആർക്കും നോക്കുവാൻ പോലും കഴിയാത്ത നിലയിലുള്ള തേജസ് അവനുണ്ടായിരുന്നു. ആ തേജസ് വസ്ത്രത്തിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. നാളെ നമുക്ക് തുടർന്നും ഈ സന്ദേശം ചിന്തിക്കാം. എത്ര പറഞ്ഞാലും തീരെയില്ല, അത്രത്തോളം കാര്യങ്ങൾ നമുക്കിനിയും ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഉണ്ട്. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഇന്നത്തെ മിറക്കിൾസ് ടുഡേ നിങ്ങളുടെ വിശ്വാസത്തെ ഒത്തിരി വർദ്ധിപ്പിക്കട്ടെ. അതിനേക്കാൾ വലുത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. ശ്രുതി വിജയ് നായർ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപായിട്ട് ഇവളുടെ ശരീരത്തിൽ ഹൈ ഫീവർ, ഉയർന്ന തരത്തിലുള്ള പനിയുണ്ടായിരുന്നു. ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ എല്ലാ സിംറ്റംസും കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് മലേറിയ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവര് വീട്ടിലേക്ക് വിട്ടു. ടെസ്റ്റിന് വേണ്ടി പോകുന്നതിന് മുൻപായിട്ട് ഇവര് നേരെ ചെയ്തത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിച്ചു. ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വിളിച്ചു.
ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിച്ചു. വളരെയധികം പനിയാണ്, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുകയായിരുന്നു. ശരീരം മുഴുവൻ വല്ലാത്ത വേദനയും വിറയ്ക്കുന്നത് പോലെയും അതുപോലെ കടുത്ത തലവേദനയുമായിരുന്നു. എല്ലാ ലക്ഷണങ്ങളും മലേറിയയുടെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ അത് തന്നെ ആയിരിക്കും, പക്ഷെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നാൽ ഇവർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഇവർ ചെയ്തത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിക്കുകയാണുണ്ടായത്. വിളിച്ചു കഴിഞ്ഞ് വിത്തിൻ ഹാഫ് ആൻ അവർ, അരമണിക്കൂറിനുള്ളിൽ ആ പനി പൂർണ്ണമായിട്ടും വിട്ടുമാറി. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ കുട്ടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം കഴിച്ച് അവള് ട്യൂഷന് വരെ പോയി. അതിനുശേഷം സെയിം ഡേ അതിനുശേഷം അങ്ങനെ ഒരു പനിയെ ഈ കുഞ്ഞിന് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. മോൾക്ക് ജീസസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജീസസ് നല്ലതാണോ? ആരാ സൗഖ്യം? ഹൂ ഹീൽഡ് യു? ജീസസ്. നമ്മുടെ ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ the healing power will be automatically activated. Thank you, Jesus, for this healing. Lord, do more miracles in her life. Give her a good results, Father. In Jesus' name, we release your miracles. Amen. Amen. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുക, യേശു നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അങ്ങ് കൈനീട്ടി തൊടുമാറാകണമേ. ആണിപ്പഴുതുള്ള കരങ്ങളിപ്പോൾ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ വന്നു ചേരട്ടെ. കിഡ്നികൾക്ക് തകരാറ് മൂലം മുഖത്തും ശരീരത്തിൽ പല സ്ഥലങ്ങളിലും നീരും, നിങ്ങളുടെ ശരീരത്തിലെ ബോഡിയിലെ കളർ തന്നെ മാറിപ്പോയി, അതുപോലെ വീക്കായിരിക്കുന്ന ഒരു വ്യക്തി, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ ഡയാലിസിസിലൂടെ നിങ്ങൾ പോകുകയായിരിക്കാം, എന്നാൽ കടന്ന് വിശ്വസിക്കുക, യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. റാണി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് തൊടുന്നു. നട്ടലിലാണ് നിങ്ങൾക്ക് പ്രയാസം. നട്ടലിൻ്റെ 2 കണ്ണികളിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ 2 കണ്ണികളും സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ചിലർക്ക് വേണ്ടി ഈ സമയത്ത് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തിരുന്നാണ് നിങ്ങളിത് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൈകൾ കോർത്ത് പിടിക്കുക. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ കർത്താവ് ചെയ്തു തരും. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഒരു മിറക്കിൾ ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ ഒരു സൗഖ്യം നടക്കട്ടെ. വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തല്ലെങ്കിലും 2 സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങളിപ്പോൾ വിശ്വസിക്കുക, യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യണമേ. താങ്ക് യു ജീസസ്. രക്തക്കുഴലുകളിൽ ബ്ലോക്കുകളുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഹാർട്ടിൻ്റെ ആ പ്രോബ്ലം സൗഖ്യമാകട്ടെ. ലങ്സിലുള്ള പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. ബ്രോങ്കൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അന്നനാളത്തിലുള്ള കുഴപ്പങ്ങൾ സൗഖ്യമാകട്ടെ. അൾസർ, അസിഡിറ്റി സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾ ഇപ്പോൾ കർത്താവെ പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. തോളലിലുള്ള പൊട്ടൽ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതൽ ഓരോരുത്തർക്കും കർത്താവ് കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. സന്ധിവാദം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നാലും ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ സൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ നിങ്ങൾ മറക്കരുത്. ദൂരെയാണെങ്കിൽ പോലും വന്നു ചേരുക. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട സന്ദേശം നാളെ തുടരും. നാളത്തെ എപ്പിസോഡ് മിസ്സാകരുത്. ഗാഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ന്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം: മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? It is not right to take children's bread and toss it to their dogs. In which book of the Bible is this verse found?
ഓപ്ഷൻസ്: എ മത്തായി 20, ബി ലൂക്കോസ് 3, സി 1 പത്രോസ് 2, ഡി മത്തായി 15. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.